കെ സുധാകരൻ എം പി വിളിച്ചു ചേർത്ത കൊച്ചിയിലെ തൂഫാൻ വാരിയർമാരുടെ യോഗത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ഗുണ്ടാ നേതാവ് അറസ്റ്റിൽ. മദ്യപിച്ച ബാറിൽ അക്രമം നടത്തിയ കേസിലാണ് മട്ടാഞ്ചേരി സ്വദേശി ഷിബുവിനെ പോലീസ് പിടികൂടിയത്. ഇതോടെ കെ സുധാകരൻ വിളിച്ച യോഗത്തെ തള്ളി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. യോഗം നടന്നത് ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെയല്ലെന്നും തൂഫാൻ യോഗങ്ങൾ വിളിക്കുന്നത് പോലീസാണെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഇതിനിടെ പത്തനംതിട്ടയിൽ വ്യാജ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ലഹരി കേസിൽ പോലീസ് പിടികൂടിയതും കൗതുകമായി. അതേസമയം ലഹരി ഉപയോഗം സംബന്ധിച്ച തന്റെ മുൻ വസ്തുതാവിരുദ്ധ പ്രസ്താവന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുത്തി. ചെറിയ അണലികളെ കൊണ്ട് കുത്തിച്ചുള്ള ലഹരി ഉപയോഗമുണ്ട് എന്ന പ്രസ്താവനയ്ക്കെതിരെ ഡോക്ടർ ഷിംന അസീസ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതോടെയാണ് തെറ്റുതിരുത്തൽ. തൂഫാൻ വാരിയറാകാൻ ഡോക്ടർ ഷിംന അസീസിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നുവെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ ക്ഷണം ഡോക്ടർ ഷിംന അസീസ് സ്വീകരിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കാൻ ഗുണ്ടകളെ കൂട്ടുപിടിക്കുന്നതിലെ ഔചിത്യമെന്ത്? സംസ്ഥാനത്തെ ലഹരി ഒഴുക്ക് തടയാൻ ഓപ്പറേഷൻ തൂഫാന് സാധിക്കില്ലേ? കാണാം RDX റാപ്പ്. കഴിഞ്ഞ ദിവസമാണ് ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ എന്ന പേരിൽ കൊച്ചിയിൽ കെ സുധാകരൻ ഗുണ്ടകളെ അടക്കം ഉൾപ്പെടുത്തിയുള്ള യോഗം വിളിച്ചത്. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ഉപയോഗിച്ച് ലഹരി മാഫിയെ തകർക്കൂ എന്നതാണ് ലക്ഷ്യമെന്നായിരുന്നു സുധാകരന്റെ അവകാശവാദം. സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ പ്രവർത്തനങ്ങൾ പങ്കാളിയാകാൻ യോഗത്തിൽ പങ്കെടുത്തവരോട് സുധാകരൻ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതോടെ യോഗം വലിയ വിവാദമായി മാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് യോഗത്തിൽ പങ്കെടുത്തയാളെ മദ്യപിച്ച് ബാറിൽ ആക്രമണം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തത്. മട്ടാഞ്ചേരിയിലെ ബാറിൽ വെച്ച് മാരകായുധങ്ങളുമായി വയോധികനെ ആക്രമിച്ച കേസിലാണ് മട്ടാഞ്ചേരി ഷിബു എന്നയാൾ പിടിയിലായത്. മനഃപൂർവ്വമായ നരഹത്യാശ്രമം ചുമത്തിയാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. യോഗത്തിൽ പങ്കെടുത്തയാൾക്കെതിരെ കേസെടുത്തതോടെയാണ് യോഗത്തെ തള്ളിപ്പറഞ്ഞ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത്. ആഭ്യന്തര വകുപ്പ് അങ്ങനൊരു യോഗം ചേരുമെന്ന് തോന്നുന്നുണ്ടോ എന്നും ആരാണ് യോഗം വിളിച്ചതെന്നോ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നോ അറിയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത്തരമൊരു യോഗം നടന്നതായി തങ്ങൾക്കറിയില്ലെന്ന് എറണാകുളം DCC നേതൃത്വവും വിശദീകരിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. കൊച്ചിയിലെ ഗുണ്ടകളുടെ യോഗം സർക്കാർ പരിപാടിയുടെ ഭാഗമല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് വ്യക്തമാക്കി. വിളിക്കുന്ന യോഗങ്ങളെല്ലാം തൂഫാന്റെ ഭാഗമല്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥരാണ് തൂഫാന്റെ യോഗം വിളിക്കേണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പദ്ധതിയെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ തൂഫാന്റെ യോഗം വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലാണ്ട് വേറൊരു യോഗം ആരും വിളിക്കില്ല. അതൊക്കെ ഔദ്യോഗികമായി പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞ് ഞങ്ങൾ യോഗം വിളിക്കാറുണ്ട്. ഈ യോഗത്തെ പറ്റി എനിക്കറിയില്ല, ആര് വിളിച്ചു എന്നറിയില്ല, ആര് പങ്കെടുത്തു എന്നറിയില്ല. അതുപോലെ ഏതായാലും ആ യോഗമൊന്നും ഓപ്പറേഷൻ തൂഫാന്റെ തലയെ കെട്ടിവെക്കേണ്ട. ഓപ്പറേഷൻ തൂഫാനെ തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഈ സർക്കാരിലെ ഏറ്റവും മികച്ച ഒരു ആവിഷ്കരിച്ച ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് ഞാൻ തൂഫാനെ കാണുന്നത്. പക്ഷേ അതിൻ്റെ മോടി അല്പം കുറയ്ക്കുന്ന കാര്യമാണ് ഇന്ന് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഗുണ്ടകളെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഈ വാരിയർമാരാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു രാഷ്ട്രീയ കളികൾ കൂടി ഉണ്ടോ എന്നുള്ളതും കൂടി ഈ ഘട്ടത്തിൽ സംശയിക്കുന്നു. അല്ല, അതായത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാർ വന്നതിന് ശേഷം അതായത് ആളുകൾക്ക് എന്തെങ്കിലും നടപ്പായി എന്ന തോന്നലുണ്ടാക്കുക എന്നുള്ളത് കൂടിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ സർക്കാരുകളും വന്ന് പ്രവർത്തിക്കുമ്പോൾ അവരെന്ത് ചെയ്തു എന്നുള്ളത് ആളുകൾക്ക് ഒരു വൗ ഫാക്ടർ കൊടുക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഗതികൾ വരണമല്ലോ. ആ നിലയ്ക്ക് നോക്കിയാൽ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത് അതിൻ്റെ ലക്ഷ്യം നിറവേറ്റിയിട്ടുണ്ട്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഈ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. കാരണം പണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുമാണിത്. അദ്ദേഹം മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ഇവിടെ ഈ പലിശക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപാട്, ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ നടപ്പാക്കിയത്. അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്. മാത്രമല്ല, ആളുകൾക്ക് പൊതുവെ ഒരു തോന്നലുണ്ടായി, ഈ പലിശക്കാർ, അതായത് അതുവരെ വളരെ സജീവമായിരുന്ന, ആക്റ്റീവായിരുന്ന, പ്രാദേശിക തലത്തിലൊക്കെ ആക്റ്റീവായിരുന്ന ഒത്തിരി പലിശക്കാർ അതോടെ ഈ വലിയ അക്രമങ്ങൾ ഒഴിവാക്കി ഒന്ന് പിൻവാങ്ങിയിരുന്നു. ഇതിപ്പോൾ തൂഫാൻ എന്നുള്ളത് അതിൻ്റെ പേരിൻ്റെ ആകർഷണീയതയാണ്. ഇതിനു മുമ്പ് LDF സർക്കാരിൻ്റെ കാലത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് നടന്നിട്ടുണ്ട്, വിമുക്തി നടന്നിട്ടുണ്ട്. ആ മട്ടിലല്ല, ഇതിൻ്റെ പേര് തന്നെ വേറൊരു തരത്തിൽ ആകർഷിക്കുന്നതാണ്. മാത്രമല്ല, ഒരു സംശയമില്ലാതെ പറയുകയാണ്, സിനിമാക്കാരുടെ കാരവനിൽ ഞങ്ങൾ കയറും എന്നൊക്കെ മന്ത്രി തന്നെ വന്നിരുന്ന് പറയുക. ഇതിനെ വെറുതെ അങ്ങനെ എല്ലാം ഒറ്റയടിക്ക് അങ്ങനെ പ്രഖ്യാപിച്ച് സിനിമാക്കാരെയൊക്കെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് എല്ലാം ഏറ്റവും ശാസ്ത്രീയമായ രീതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ
ഇവിടെ ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കാരണം വ്യാപകമായി ആളുകൾ മയക്കുമരുന്ന്, അതായത് ചെറുപ്പക്കാർ മയക്കുമരുന്ന് കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പല കാരണങ്ങളുണ്ട് അതിന്. അത് കാലാകാലങ്ങളായി സർക്കാരുകളുടെ നയങ്ങളിലും നിലപാടുകളിലും ഈ മയക്കുമരുന്നിനെ കൈകാര്യം ചെയ്യുന്നതിനും മദ്യത്തെ കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെ ഉണ്ടാകുന്ന വീഴ്ചയും കൂടിയാണ് ഇതിന് കാരണമാകുന്നത്. എന്തായാലും പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഇപ്പോൾ മയക്കുമരുന്ന് സജീവമാണ്, അതിൻ്റെ അവൈലബിലിറ്റി കൂടുതലുണ്ട്, അതിനെ ചെറുക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഇങ്ങനെ വളരെ അഗ്രസീവായ മുഴുവൻ പേർക്കും പങ്കെടുക്കണമെന്ന് തോന്നിക്കുന്ന ഒരു പദ്ധതി അങ്ങനെ നടപ്പായി. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് നോക്കുമ്പോൾ മോഹൻലാൽ ഞാൻ തൂഫാൻ്റെ വാരിയറാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്നതിൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടു. അപ്പോൾ എല്ലാവരും മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിന്, പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, മയക്കുമരുന്നിനെതിരാണ് പോരാട്ടം, ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള മണ്ടൻ പ്രഖ്യാപനമല്ല ഇതിൽ കൃത്യമായി ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ട്. അതായത് നമ്മൾ മയക്കുമരുന്നിനെതിരെയാണ് പോരാടുന്നത് എന്നുള്ളതാണ്. പിന്നെ എല്ലാത്തിനെയും കൂട്ടിച്ചേർത്തിട്ട് മദ്യവും മയക്കുമരുന്നും അതും ഇതും എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിട്ടല്ല ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ വളരെ കൃത്യമായി ലക്ഷ്യമിടുന്നത് മയക്കുമരുന്നിനെ തന്നെയാണ്. അതിനകത്തൊരു അതുകൊണ്ട് തന്നെ അത് കൊള്ളാം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ആ നിലയ്ക്കുള്ളത്. അതിൻ്റെ നടപ്പാക്കലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഇത് ഈ പറയുന്ന പോലെ ഓരോ സബ് ഡിവിഷനിലും പ്രത്യേക സ്ക്വാഡുകളെ വിന്യസിച്ചിട്ടുണ്ട്. ഇൻ്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള ഈ പറഞ്ഞ പോലെ ടാർഗറ്റ് റെയ്ഡുകൾ എല്ലാ സ്ഥലത്തും ആ നിലയ്ക്ക് നടത്തുന്നുണ്ട്. പിന്നെ ഈ സെൻട്രൽ ഏജൻസികളുമായിട്ടുള്ള കോർഡിനേഷൻ അത് വളരെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. ഇതിന് സമാന്തരമായിട്ട് ബോധവൽക്കരണം ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഡ്രോൺ പരിശോധന, ഇങ്ങനെയൊക്കെ മൾട്ടി ലെയർ ആയിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും എല്ലാം കൊണ്ടാണ് ഇത് നടക്കുന്നത്. ചില ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. മുമ്പ് ഈ LDF സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് പിടിച്ചെടുത്ത അത്രയും കേസുകൾ തന്നെയാണുള്ളത്. പക്ഷേ ഇതിപ്പോൾ തൂഫാൻ എന്നുള്ള ഒരു ഹെഡിൽ വരുമ്പോൾ ഇതിൻ്റെ വലിപ്പം കൂടുന്നു എന്നുള്ളത്. ഒരു 10,000-3000 കേസുകളൊക്കെ അന്നും പിടിച്ചിരുന്നതാണ്. പക്ഷേ ഇത് 4000-ന് മുകളിലേക്ക് കേസുകൾ എത്തുന്ന സ്ഥിതിയുണ്ട്. അതെ, 5000-ന് മുകളിലേക്ക് കേസുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഡ്രൈവിനാണ്. പിന്നെ എല്ലാ കേസുകളും രജിസ്റ്റർ ചെയ്യുന്നു. വളരെ, അതായത് ആളുകൾ ഇതിനകത്ത് ഒരു തവണ ജീവിതത്തിൽ ആദ്യമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് അതിലേക്ക് വീഴാൻ പോകുന്ന ആളെ കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതിന് അവനെ കൂടെ പ്രതിയായി അവതരിപ്പിക്കുന്ന രീതി ഇതിനുണ്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എല്ലാ വിമർശനങ്ങളും നിലനിൽക്കുമ്പോഴും ഈ പറയുന്ന ഇതിനെതിരെയുള്ള ഒരു നീക്കമാണ്. അതിൻ്റെ കടക്കൽ കൊണ്ട് കത്തിവയ്ക്കുന്ന പണിയാണ് അതിനകത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന കെ സുധാകരൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളുടെ ഒരു പിന്തുണയിൽ ഒരു സന്തോഷം തോന്നുന്ന ഒരു സന്തോഷിക്കുന്ന ഒരു രീതി നമ്മൾ പണ്ടേ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഗുണ്ടകളുടെ ഒരു വീരപുരുഷൻ എന്നുള്ള മട്ടിൽ എന്തുകൊണ്ടോ അദ്ദേഹം ഗുണ്ടയായിട്ടൊന്നുമല്ല, പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ ആയിപ്പോയി. അത് മുതലെടുക്കാൻ വേറെ ചിലർ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആസൂത്രണം ചെയ്ത് ശരി നമുക്ക് ഗുണ്ടകളുടെ കൊച്ചിയിൽ ഒരു യോഗം വിളിച്ചേക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമല്ല. അത് ഈ പറയുന്ന സുഹൈൽ എന്ന് പറയുന്ന ഈ AKG സെൻറ്ററിലെ ആക്രമണ കേസിലെ പ്രതി, അയാളാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുഖ്യ സംഘാടകനാണ്. ആരെയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അതിനകത്ത് ഈ പറഞ്ഞ പോലെ പിടിച്ചുപറിക്കാരൻ, അടിപിടി കേസിൽ പ്രതിയായിട്ടുള്ള ആളുകൾ, ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതി, കള്ളത്തോക്ക് കേസിലെ പ്രതി, വിസ തട്ടിപ്പ് കേസിലെ പ്രതി, ഇങ്ങനെ കുറേ ഗുണ്ടകളെയും കുഴപ്പക്കാരെയും കൊച്ചിയിൽ നിന്ന് തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നിരിക്കുക. പിന്നെ ഇവരൊക്കെ ഈ ഉള്ളു ഗുണ്ടെന്ന് പറയുമ്പോൾ ഇത് കുറേയൊക്കെ റീൽസ് ഗുണ്ടകളാണിത്. അതായത് ഗുണ്ടകൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിംഹവാലൻ കുരങ്ങുകളെ പോലെ ഏതാണ്ട് വംശനാശം സംഭവിച്ച ഒരു അവസ്ഥയുണ്ട്. അവരൊക്കെ പല മറ്റ മേഖലകളിലേക്ക് പോയി, ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് അതിലേക്കൊക്കെ പോയി. ഇപ്പോൾ അവർ റീൽസിലാണ് ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ ആ റീൽസ് ഗുണ്ടകളിൽ കുറേ പേരെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിരിക്കുന്നു. അതെന്തിനാണ്? ഈ ഓപ്പറേഷൻ തൂഫാനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗുണ്ടകളെല്ലാം കൂടെ. എന്നിട്ട് ഇവരെ കൊണ്ട് കഴിയുന്ന ഏറ്റവും സാധ്യമായ ഗുണ്ടാപ്പണിയാണ്. എന്നിട്ട് പിന്നെ തൊട്ടടുത്ത ദിവസം കാണുന്നത് എന്താണ്? ഷിബു പോയിട്ട് നേരെ മട്ടാഞ്ചേരിയിൽ ഒരു വയോധികനെ പിടിച്ചിടിച്ച് കൊല്ലാൻ ശ്രമിക്കുക. ഈ പരിപാടിയുമായിട്ട് നടക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് അവിടെ ഇരുത്തിയതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെ സംശയിക്കണം രമേശ് ചെന്നിത്തല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സർക്കാരിൻ്റെ കീഴിൽ ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഇവിടെ നടത്തിയത്. അത് കെ സുധാകരന് നേരിട്ട് പങ്കുണ്ടെന്നൊന്നും ഞാൻ ആരോപിക്കില്ല. പക്ഷേ കെ സുധാകരനെ ഇതിന് ഒരു കരുവാക്കാനുള്ള ശ്രമം എന്തായാലും അവിടെ നടന്നിട്ടുണ്ട്. കെ സുധാകരൻ ഇതിനൊന്നും നിന്നു കൊടുക്കേണ്ട പ്രായമല്ല അദ്ദേഹത്തിന്. ഇതിന് നിന്നു കൊടുക്കേണ്ട നേതാവുമല്ല അദ്ദേഹം. ഈ പണിക്ക് നിൽക്കരുത്. ഗുണ്ടകൾ വിളിച്ചു ചേർക്കുന്നിടത്ത് പോയിട്ട് അതിൻ്റെ നേതാവ് കളിച്ചിരിക്കുന്നത് വളരെ രസമുള്ള കാര്യമാണ്. ഇവർ 4 റീൽസ് ഇത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചത് എവിടെയാണ്? ഞാൻ ചുമ്മാ വിളിക്കുന്നതല്ല ഇവരുടെ റീൽസ് ഗുണ്ടകളെന്ന്. ഇത് കുറേ കാലമായിട്ട് ഇത് തുടങ്ങിയിട്ട് കൊച്ചിയിലെ പഴയ ഗുണ്ടകളെല്ലാം റീൽസ് ഇട്ട് കളിയാണ്. അപ്പോൾ എന്നിട്ട് അതിനകത്തൊരു അപകടകരമായ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം പെൻഷൻ പറ്റി സടകുഴഞ്ഞ സിംഹങ്ങളായിട്ട് നടക്കുന്നവരാണ്. പക്ഷേ ഈ റീൽസ് ഇട്ട് കളിക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് കൊള്ളാമല്ലോ എന്നുള്ളൊരു തോന്നലായിട്ട് ആ പിന്നാലെ കൂടിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ കമൻറ്റൊക്കെ ചെയ്ത് ഗംഭീരം എന്നൊക്കെ പറഞ്ഞിട്ട്
ആ അവസ്ഥയും ശരിയല്ല. അപ്പോൾ ഈ റീൽസിലൂടെയാണ് നമ്മളിതെല്ലാം ഇത് കാണുന്നത്. നോക്കുമ്പോൾ സുധാകരനും കുറേ ഗുണ്ടകളും ഇങ്ങനെ നടക്കുന്നു, ഇത് ചാഞ്ഞ് നിൽക്കുന്നു, ചരിഞ്ഞ് നിൽക്കുന്നു, ഇതിൻ്റെ റീൽസ് ഇങ്ങനെ വരിക. അങ്ങനെയാണ് ഇത് നാട്ടുകാരറിഞ്ഞത്, ഇങ്ങനെ ഗുണ്ടകളുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് അന്നേരമാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് തൂഫാന് വേണ്ടിയിട്ടാണെന്ന്. അതുകൊണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ പരിപാടി നിർത്തുന്നതായിരിക്കും, ഈ സർക്കാരിനെ കുഴപ്പത്തിലാക്കാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും സുധാകരനും അദ്ദേഹത്തിൻ്റെ അണിഗുണ്ടകൾക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. എന്തായാലും ഇത്രയും യൂ ടേണിൻ്റെ സമയത്ത് ഏറ്റവും അധികം പ്രതിച്ഛായ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് ഈ തൂഫാന്റെ പേരിലാണ് നിലവിലത്തെ സാഹചര്യത്തിലുള്ളത്. ഇനി ആ സാഹചര്യം മാത്രമല്ല ഈ പറഞ്ഞ പോലെ വിമർശനം ഉണ്ടെങ്കിൽ എന്തായാലും ഞാനതാ പറഞ്ഞത്, സാഹചര്യം മെച്ചപ്പെട്ടുകൂടായിക ഇല്ല. ആ ഘട്ടത്തിൽ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നുള്ളത് എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിനോട്, കെ സുധാകരനോട് പറയാം എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തെ തടയുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഏറ്റവും മാതൃകാപരമായ പദ്ധതികളിൽ ഒന്നാണ് ഓപ്പറേഷൻ തൂഫാൻ. ഭാവി തലമുറയെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുന്നതിനായുള്ള ഏറെ ശ്രമകരമായ ദൗത്യമെന്ന രീതിയിൽ പദ്ധതിക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നല്ല പിന്തുണയും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ പദ്ധതിയുടെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം MP കൂടിയായ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരനിൽ നിന്നുണ്ടായത്. ലഹരി വ്യാപനത്തെ തടയാൻ ഗുണ്ടകളെയും ക്രിമിനൽ കേസ് പ്രതികളെയും അണിനിരത്തുക എന്ന ഏറ്റവും അപഹാസ്യമായ പരിപാടിയായിരുന്നു കെ സുധാകരൻ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം പരിപാടികളെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണാൻ ജനപ്രതിനിധികൾക്ക്, പ്രത്യേകിച്ച് ഭരണപക്ഷത്തെ പാർട്ടിയുടെ മുതിർന്ന നേതാവിന് കഴിയേണ്ടതായിരുന്നു. അതേസമയം സ്വന്തം പാർട്ടിയിലെ നേതാവിൻ്റെ പ്രവൃത്തിയെ ഉടനടി തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ആഭ്യന്തരമന്ത്രിയുടെ സമീപനം ഏറെ മാതൃകാപരമാണ്. മറ്റൊരു വിഷയത്തിൽ തനിക്ക് പറ്റിയ പിഴവിനെയും രമേശ് ചെന്നിത്തല ഇന്ന് തുറന്നു സമ്മതിക്കുകയും തെറ്റ് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം മാതൃകാപരമായ പ്രവർത്തികളാണ് നേതാക്കളിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്ന് തീർച്ച. RDX അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.